ധൃതിയിൽ ഈ പെണ്ണൊരു വാതിൽ തുറന്നപ്പോൾ അവൾ അപ്പോൾ തന്നെ മരിച്ചു. ഉടനെ ജെസ്സി മറ്റേ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അത് കണ്ട് എല്ലാവരും അവന്റെ കൂടെ കയറി. പെട്ടെന്ന് ആ മുറി മുഴുവൻ തീ പടരുകയും 1 മിനിറ്റ് 50 സെക്കൻഡിന്റെ പുതിയ ടൈമർ തുടങ്ങുകയും ചെയ്തു. പെൺകുട്ടിയുടെ മരണത്തിന് സാം ജെസ്സിയെ കുറ്റപ്പെടുത്തിയെങ്കിലും തർക്കിക്കാൻ സമയമില്ലെന്ന് ജെസ്സി പറഞ്ഞു. ഇതുവരെ ആർക്കും കളിയുടെ നിയമങ്ങൾ മനസ്സിലായിരുന്നില്ല. ഓരോ തവണയും ആരെങ്കിലും മരിക്കുമെന്ന് തോന്നിയ ജെസ്സി സാമിനെ പേടിത്തൊണ്ടനെന്ന് വിളിച്ചു. ദേഷ്യത്തിൽ സാം ഒരു വാതിലിനടുത്തേക്ക് നീങ്ങിയെങ്കിലും പേടി കാരണം നിന്നു. തുടർന്ന് മാക്സ് ധൈര്യം കാട്ടി ഒരു വാതിൽ തുറന്നു. ഭാഗ്യത്തിനത് ശരിയായതിനാൽ എല്ലാവരും രക്ഷപ്പെട്ടു. എന്നാൽ ഓരോ പുതിയ മുറിയിലും ടൈമർ 10 സെക്കൻഡ് വീതം കുറയുകയായിരുന്നു. ഇനി നിന്റെ ഊഴമാണ് എന്ന് മാക്സ് പറഞ്ഞപ്പോൾ ഇത്തവണ സാം ഒരു വാതിൽ തിരഞ്ഞെടുത്തു. അതും ശരിയായിരുന്നു. അടുത്ത മുറിയിൽ വെച്ച് അകത്തേക്ക് വരുന്നതിന് മുൻപ് താൻ പുറത്ത് 5 മീറ്റർ നീളമുള്ള 4 കാറുകൾ കണ്ടിരുന്നതായി സാം പറഞ്ഞു. അങ്ങനെ കെട്ടിടത്തിന് മൊത്തം 20 മീറ്റർ നീളമുണ്ടാകുമെന്ന് അവൻ ഊഹിച്ചു. ചുവടുകൾ വെച്ച് അളന്നപ്പോൾ മുറിയുടെ നീളം 6 മീറ്റർ ആയിരുന്നു. കെട്ടിടം ചതുരശ്ര വടിവിലുള്ളതായതിനാൽ ഒരു വശത്ത് 3-ൽ കൂടുതൽ മുറികൾ ഉണ്ടാകില്ലെന്നും അതുകൊണ്ട് ആകെ 9 മുറികൾ മാത്രമേ കാണൂ എന്നും അവൻ ഓർത്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത സുരക്ഷിത പാതയും വലതുവശത്തായിരിക്കുമെന്നും നടുവിലെ മുറികളാണ് ഏറ്റവും അപകടകരമെന്നും സാം ഊഹിച്ചു. ഇതേ മാതൃക പിന്തുടർന്ന് അവർ ഒട്ടനവധി മുറികൾ സുരക്ഷിതമായി കടന്നു. എന്നാൽ അവസാന മുറി വ്യത്യസ്തമായിരുന്നു. ഇത്തവണ വാതിലുകൾ കോണോടുകോണായിരുന്നില്ല, ഇരുവശങ്ങളിലുമായിരുന്നു. സാം ആശയക്കുഴപ്പത്തിലായപ്പോൾ മൈക്ക് ഒരു വീഡിയോ കാണിച്ചു തന്നു. ആദ്യത്തെ പെൺകുട്ടി മരിച്ച മുറിയുടെ ചുവരുകളിൽ വാതിലുകളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് അതിൽ വ്യക്തമായിരുന്നു. ഇതിനർത്ഥം കെട്ടിടത്തിനുള്ളിൽ എവിടെയോ ഒരു രഹസ്യ പാതയുണ്ടെന്നായിരുന്നു. ആ രഹസ്യ വാതിലാണ് യഥാർത്ഥ രക്ഷാമാർഗമെന്ന് അവർക്ക് മനസ്സിലായി. അവസാന സെക്കൻഡുകളിൽ അവരത് കണ്ടെത്തുകയും വേഗത്തിൽ പുറത്തു കടക്കുകയും ചെയ്തു. കാലിന് പൊള്ളലേറ്റതിനാൽ റോക്കി അല്പം പിന്നിലായെങ്കിലും ഒടുവിൽ അവനും ജീവനോടെ പുറത്തെത്തി.